ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ പേസ്റ്റും പിന്നെ ഈസി ചിക്കൻ റൈസും കാണിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് കൂടുതൽ ടൊമാറ്റോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൊമാറ്റോസ് എല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിലെടുക്കണം. അപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഏത് ഗ്രേവി ഉണ്ടാക്കാനാണെങ്കിലും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതൊരു 1-2 സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ വഴറ്റുന്ന ഉള്ളിയുടെ കൂടെ ഇട്ട് അങ്ങ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഗ്രേവിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ എല്ലാം അരിഞ്ഞ് എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ ചിക്കൻ റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ ബോൺലെസ് തൈയുടെ പീസസ് എടുത്തേക്കുന്നത്. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് പുരട്ടി ഇതൊരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ടൊമാറ്റോസ് ഒന്ന് തുറന്ന് അത് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കത്തില്ല, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചിക്കൻ റൈസിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ജീര റൈസ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ ഒരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൈസിന് ആവശ്യമായിട്ട് 3 സവാള, ഒരു ഇഞ്ച് ഇഞ്ചി കഷ്ണം, പിന്നെ 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പട്ട, 6 കഷ്ണം ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ജാതിക്കായും, പിന്നെ 7-8 ഏലക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏലക്കായ എപ്പോഴും നമ്മൾ പൊളിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് വേണം ഉപയോഗിക്കാനായിട്ട്. എന്താ വെച്ചാൽ ഈ തൊലിയിൽ ഒത്തിരി വിഷമുണ്ട്. പെസ്റ്റിസൈഡ്സ് എല്ലാം വളരെയധികം. ഏലക്ക കൃഷി ചെയ്യുന്ന ഒരാൾ തന്നെ, നമ്മുടെ ഫാമിലി ഫ്രണ്ട്, അവർ പറഞ്ഞതാണ് ഏലക്ക യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ തൊലി യൂസ് ചെയ്യരുതെന്ന്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇവിടെ ഞാൻ 3 പച്ചമുളക് എടുത്തേക്കുന്നത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചും പിന്നെ ആ മുളകിൻ്റെ എരിവനുസരിച്ചും കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. ചിക്കനൊക്കെ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് എളുപ്പം അങ്ങ് ചിക്കൻ റൈസ് രാവിലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ എളുപ്പം ഉണ്ടാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ എടുക്കുക. ഞാനിവിടെ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് യൂസ് ചെയ്ത്. വെളിച്ചെണ്ണ യൂസ് ചെയ്താലും നല്ലതാണ്. പിന്നെ ഞാൻ ജീരകപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ട് താഴെപ്പോയി ജീരകപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി ജീരകമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അധിക സമയമൊന്ന് ഇതിലിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഒരു 2 വശത്തും ഒരു 2 മിനിറ്റ് വീതം തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടൊമാറ്റോ കുക്ക് ചെയ്യാൻ വെച്ചത് ഇത്രയും നന്നായിട്ട് വെന്ത് ഇത്രയായിട്ടുണ്ട്.
കുറച്ചുകൂടെ അത് ഒന്ന് റെഡ്യൂസ് ആവണം. ഈ ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ചിക്കൻ ആവുന്ന സമയത്ത് നമുക്ക് സവാള അങ്ങ് അരിഞ്ഞെടുക്കാം. ചുമന്നുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചുമന്നുള്ളി യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സവാളയും ചുമന്നുള്ളിയും രണ്ടും കൂടെ യൂസ് ചെയ്യാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അങ്ങ് എടുത്തൊന്ന് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് തന്നെ ചിക്കൻ റൈസ് ഉണ്ടാക്കുന്നത്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്തിട്ട് നമുക്കിതിൽ തന്നെ ചിക്കൻ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഈ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് 2 ബേ ലീഫും പിന്നെ കുറച്ച് കർപ്പാസിയും ചേർക്കാം. എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ച സവാള ചേർക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കളറ് മാറും. അധികം ബ്രൗണൊന്നും ആണ്ട്, ചെറുതായിട്ടൊന്ന് വഴലുമ്പോഴത്തേക്ക് വഴലുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തതല്ലേ. അപ്പോൾ അത് കൂടുതൽ അടിക്ക് പിടിച്ച് കരിയാതിരിക്കാൻ. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി മസാലയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. എനിക്കിവിടെ ചെറിയൊരു കറിവേപ്പുണ്ട് എൻ്റെ ഒരു ചട്ടിയിൽ. അപ്പോൾ അതിൽ നല്ലൊരു കിളിപ്പ് എങ്ങനെയോ അടന്നു പോയി. അപ്പോൾ അത് ഞാൻ അതെടുത്ത് ഗ്ലാസ്സിൽ വെള്ളത്തിൽ വെച്ചു. ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്, മല്ലിപ്പൊടി. അത് ഞാൻ ആഡ് ചെയ്യാനങ്ങ് വിട്ടുപോയി. അപ്പം അരി ആഡ് ചെയ്യുന്നതിന് മുമ്പ് മല്ലിപ്പൊടി ആഡ് ചെയ്യണം. അപ്പോൾ അരി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഈ സമയത്ത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിനായിട്ട് ആവശ്യമുള്ള വെള്ളം, ഇപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 കപ്പ് വെള്ളം ചേർത്തു. എന്നിട്ട് ഉപ്പും ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും അതിനകത്ത് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തു. എന്നിട്ട് ഇതിന് മുമ്പ് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തായിരുന്നു. ഫ്രഷ് ക്രീമിന് പകരം നമ്മുടെ പാലിൻ്റെ പാട ചേർത്താലും മതി. പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുക. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് തുടങ്ങിക്കഴിയുമ്പം അത് ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് അത് കുറുകി വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചേക്കണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കത് എടുത്താൽ മതി. അപ്പോൾ ഈ ടൊമാറ്റോയ്ക്കകത്തോട്ട് ഞാൻ ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ചേർക്കുക. ഒരു പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പം ആപ്പിൾ സൈഡർ വിനീഗർ ഇല്ലെങ്കിൽ സാധാരണ വിനീഗർ 1 സ്പൂൺ ചേർത്താൽ മതി.
അപ്പം നമ്മുടെ ചിക്കൻ റൈസ് വിളമ്പാറായിട്ടുണ്ട്. അപ്പോൾ ഇത് സാലഡും പപ്പടവും പിന്നെ പിക്കിളൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. പപ്പടം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ റൈസ് പപ്പട വറുത്തത് ബിരിയാണിക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതും നല്ലത് തന്നെ, എന്നാലും പപ്പട ഇച്ചിരി കൂടെ നല്ലത്. പിന്നെ ഇപ്പം നമ്മുടെ ടൊമാറ്റോ തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ട റോസ്റ്റും ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നേരം ഉള്ളി വഴറ്റിയിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഈസി ആയിട്ട് എളുപ്പം ടൊമാറ്റോ അരിയാനും അത് വേവാനും ഒന്നും വെയിറ്റ് ചെയ്യണ്ട. അത് എളുപ്പം അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് എളുപ്പം ഈസി ആയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റാഗിപ്പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതും മുട്ട റോസ്റ്റുമാണ്. റാഗിപ്പുട്ട് ഉണ്ടാക്കാൻ ഞാൻ 3/4 ഭാഗം റാഗിപ്പൊടിയും 1/4 ഭാഗം അരിപ്പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.